ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ വരട്ടിയത് തയ്യാറാക്കാം. ഞാൻ അതിനായി 2 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തതിൽ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇതിൽ പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പെരുംജീരകം, ഇത് ഇത്രയും ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസുള്ള തക്കാളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോയുടെ പ്യൂരി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂണോളം ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തവി കൊണ്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു രീതിക്കൊന്ന് വഴറ്റിയെടുക്കുക. എന്താ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ് ഇത്. ജനാലിയുടെ വെളിച്ചം കൊണ്ട കളറ് കാണാത്തത്. കളർ ഒന്നും നോക്കണ്ട കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു മണമൊക്കെ വരുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ വരട്ടിയതാണ് ഇത്. ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് നന്നായിട്ട് എല്ലാം കൂടെ തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ കിട്ടും. ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ കഴിയുമ്പോൾ ഒന്ന് മൂടി എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ അതിൽ തന്നെ വന്ന വെള്ളമാണ് കേട്ടോ. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. വരട്ടിയതിനൊക്കെ ആവുമ്പോൾ ഇല്ലേ, ചിക്കൻ വരട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ ചിക്കനിൽ നിന്ന് തന്നെ വരുന്ന വെള്ളം അത് വളരെ ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് ഞാനൊരു 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഉള്ളിയുടെ ആ ഒരു എന്താ പറയുക, നമ്മൾ വേറെ രീതിയിൽ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി ഈ സമയത്ത് ഇതിൻ്റെ കൂടെ വേവുമുള്ളൊരു ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. ഈ കളർ ഒന്നും ശ്രദ്ധിക്കേണ്ട, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിൽ ഈ ഒരു രീതിക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ചിക്കൻ വരട്ടിയത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് ഒന്നുകൂടെ ഒരു 10-15 മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. കണ്ടോ, ഉള്ളിയൊക്കെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിക്കായിട്ട് വരും. സാധാരണ എൻ്റെ ഫോണിൽ ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കളറ്. നമുക്കിപ്പോൾ കളറൊക്കെ മിക്സ് ചെയ്ത് ക്യാമറയിലൊന്നും അതൊന്നുമല്ല, ടേസ്റ്റ് അല്ലേ നമുക്ക് വേണ്ടത് അല്ലേ. ഇതിലേക്ക് ഞാൻ ഗരം മസാലയും കൂടി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മാത്രം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിക്കാവുമ്പോൾ
കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത്, ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്ക് ഉണ്ടോ, വരട്ടി വരട്ടി ഈ ഒരു രീതിക്കാവുമ്പോൾ ഇങ്ങനെ മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വാങ്ങി വെക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ്. ഇതുപോലെ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ലൊരു മണമൊക്കെ ഉള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ വരട്ടിയതാണ്. നമുക്കിതൊരു വാഴ ഇലയിലേക്ക് വിളമ്പാം. അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റും കൂടി ആയിരിക്കും കേട്ടോ. ഈ ഒരു രീതിക്ക് വാഴ ഇലയിൽ സെർവ് ചെയ്യാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.